ഏത് ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ അഥവാ വലിയ ഇളക്കം എന്നറിയപ്പെട്ടത്? ഉത്തരം മുണ്ട കലാപം. ഏത് ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ അഥവാ വലിയ ഇളക്കം എന്നറിയപ്പെട്ടത്? ഉത്തരം മുണ്ട കലാപം. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്രവർഗ നേതാവാര്? ഉത്തരം ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്രവർഗ നേതാവാര്? ഉത്തരം ബിർസ മുണ്ട. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഈ പ്രത്യേകതകൾ ഉള്ളത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഈ പ്രത്യേകതകൾ ഉള്ളത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചതാര്? ഉത്തരം വി.പി. മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചതാര്? ഉത്തരം വി.പി. മേനോൻ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണമെത്ര? ഉത്തരം 11. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണമെത്ര? ഉത്തരം 11. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഹൈദരാബാദ്, കശ്മീർ, ജുനാഗഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏവ? ഉത്തരം ഹൈദരാബാദ്, കശ്മീർ, ജുനാഗഡ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം കോത്താരി കമ്മീഷൻ. രാജ്യസഭയെക്കുറിച്ച് ശരിയായ 3 പ്രസ്താവനകൾ. 1. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. 2. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250. 3. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭയെക്കുറിച്ച് ശരിയായ 3 പ്രസ്താവനകൾ. 1. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. 2. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250. 3. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയാകണം. കാളി, ടീസ്റ്റ എന്നീ നദികൾ ചേർന്ന് വേർതിരിക്കുന്ന ഹിമാലയൻ മേഖല ഏത്? ഉത്തരം മധ്യ ഹിമാലയം. കാളി, ടീസ്റ്റ എന്നീ നദികൾ ചേർന്ന് വേർതിരിക്കുന്ന ഹിമാലയൻ മേഖല ഏത്? ഉത്തരം മധ്യ ഹിമാലയം. മർഗുകൾ എന്നാൽ എന്ത്? ഉത്തരം പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന പുൽമേടുകൾ. മർഗുകൾ എന്നാൽ എന്ത്? ഉത്തരം പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന പുൽമേടുകൾ.